4 മണിയാകുമ്പോഴേക്കും ഞാനൊരു കട്ടൻ കാപ്പി ഇട്ട് ചുക്ക് കാപ്പിയാണ് ഉണ്ടാക്കിയത്. അപ്പം മഴയത്തൊക്കെ ചുക്ക് കാപ്പി നന്നായിട്ടുണ്ടാകും. അപ്പം ഞാൻ ദീപിക വരുന്ന സമയത്ത് ചുക്കിൻ്റെ കട്ടയില്ലേ, വെല്ലം, അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നന്നായി തിളപ്പിച്ച ശേഷം ചുക്ക് കാപ്പി കുടിക്കാൻ വിചാരിച്ചു. അപ്പോഴേക്കും മകൻ പോയിട്ട് മീൻകുട്ടിക്ക് പഴംപൊരി വേണമെന്നും പറഞ്ഞ് വാങ്ങിയിട്ട് വന്നു. അപ്പോഴേക്കും അബിക്കും മുളക് ബജി വേണമെന്നും പറഞ്ഞു. അതൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു. ചുക്ക് കാപ്പി ഇതൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഞാനും എടുത്തു. വൈകുന്നേരത്തെ അമ്പലത്തേക്ക് പോകണമല്ലോ, അപ്പം അതുകൊണ്ട് നേരത്തെ ചായയും കാപ്പിയൊക്കെ അങ്ങനെ കുടിക്കാൻ വെച്ചാൽ എല്ലാവർക്കും കട്ടൻ കാപ്പിയാണ് കേട്ടോ. അപ്പോൾ പഴംപൊരി ഉണ്ട്, ഒരു ബോണ്ട കിട്ടിയ ഉടനെ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുടിച്ച ശേഷം ഞാൻ റെഡിയാകാൻ പോയി. മീനൂട്ടീനെയും റെഡിയാക്കി. ഇപ്പോൾ നമ്മൾ വടക്കന്തറക്കാവിലേക്ക് പോവുകയാണ്. നവരാത്രി ആയ കാരണം അവിടെ നല്ല വിശേഷമാണ്, പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അമ്പലത്തേക്ക് റെഡിയായി കേട്ടോ. അതൊക്കെ കുടിച്ച ശേഷം അമ്പലത്തിൽ തിരുവാതിരക്കളിയും ഡാൻസും എല്ലാം ഉണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഞാൻ ഫ്ലവർ ചാനലിലത്തെ വേദോട്ടനെ കണ്ടു. വേദോട്ടൻ്റെ അടുത്ത് സംസാരിച്ച് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അമ്പലം നല്ല ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്ത് നന്നായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. ഇനി അവിടുന്ന് അങ്ങോട്ട് ഞാനൊരു മാരിയമ്മൻ കോവിലേക്കാണ് പോകണം. മേലാമുറി മാരിയമ്മൻ കോവിലേക്ക് പോകണം. അപ്പോൾ അവിടെ കൊലുവൊക്കെ വെച്ചിട്ടുണ്ട്, അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് പോണത്. അപ്പോൾ ഞാൻ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഒരു ഏട്ടനെ കണ്ട് ലോട്ടറി വെക്കുന്ന ഏട്ടൻ സംസാരിച്ചു. അപ്പോൾ അമ്പലത്തിൽ നിന്ന് നമ്മൾ ബസ് പറഞ്ഞാൽ ചുണ്ണാമ്പത്തറ മേലാമുറി ടു ബസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് രാത്രി ഒരു 6:30-7 മണി വരെയൊക്കെ ഓടും. അപ്പോൾ അവിടെ ബസ് കാത്തു നിൽക്കുന്ന സമയത്ത് അവിടെ ഒരു കൊലുവ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിയ ശേഷം നമ്മൾ ബസ്സിൽ കയറാൻ വെച്ചു. ബസ് വരാൻ 6:40 അപ്പോൾ ബസ്സിൽ കയറി നമ്മൾ മേലാമുറി എത്തിയിട്ടോ. മേലാമുറി അടിപൊളിയാക്കി. മാരിയമ്മൻ കോവില് റെഡി ആയിട്ടുണ്ട്, പൂക്കാരനും ഉണ്ട്, നല്ല തിരക്കുണ്ട്. കൊലുവ് വെച്ചിട്ടുണ്ട് മാരിയമ്മയായിട്ട്. അപ്പോൾ തൊഴുകലൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ചുണ്ടലും കടലയൊക്കെ കൊടുക്കും. അപ്പോൾ അതൊക്കെ നല്ല ക്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ക്യൂ പറഞ്ഞാൽ അതൊക്കെ നല്ലോണം വേഗം പോകും. അപ്പോൾ നമ്മൾ കടല വാങ്ങാൻ നിന്ന് വരിയിൽ നിന്നു. മീനൂട്ടിക്ക് കടല വേണം പറഞ്ഞിട്ട്. അപ്പോൾ പേപ്പർ തന്നതിന് ഞാനൊരു കടല ഉണ്ടാക്കില്ലേ, കടലയൊക്കെ വാങ്ങില്ലേ, അതേമാതിരിയുള്ള ആക്കി കൊടുത്തു. അപ്പോൾ അതൊക്കെ വാങ്ങി. എല്ലാവരും കടലയുണ്ട്, ജിലേബി ഉണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങി